ഗുഡ് ഈവനിങ് ആൾ. VOP അഥവാ വിവ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യമായിട്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് അനുരൂപ്. സ്വദേശം വരുന്നത് മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ്. നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് ഫാസ്റ്റായിട്ട് കടക്കാം. അതിനു മുന്നേ ഈ ഒരു അവസരം കേൾക്കാൻ ഇടയാക്കി തന്ന നമ്മൾ വിശ്വസിക്കുന്ന ആ ദൈവത്തിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. പ്ലീസ് ഓൾ. ഓക്കെ, താങ്ക് യു. ഒരു ബന്ധുവിൻ്റെയോ സുഹൃത്തിൻ്റെയോ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു 30 മിനിറ്റ് സമയം നിങ്ങളിവിടെ ശ്രദ്ധിച്ചിരിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ മൈൻഡ് മറ്റുള്ള തിരക്കുകളോട്ട് പോവാതെ നിങ്ങളിവിടെ ശ്രദ്ധിച്ചിരിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്ന ഒരു അവസരത്തെക്കുറിച്ചാണ് നിങ്ങളിവിടെ കേൾക്കാൻ പോകുന്നത്. ഈ ഒരു അവസരത്തിൻ്റെ പ്ലാൻ പ്രസൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പനിയുടെ സ്റ്റാർ 1000 ലീഡറായിട്ടുള്ള അൻവർ സാറെ ഞാൻ ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം അൻവർ സാർ. താങ്ക് യു അനൂപ് സാർ. താങ്ക് യു സോ മച്ച്. യുവർ വാം വെൽക്കം. അനൂപ് സാറിനെ വളരെ മനോഹരമായിട്ട് പരിചയപ്പെടുത്തി. എൻ്റെ പേര് അൻവർ VP. സ്വദേശം വരുന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂരാണ്. അപ്പോൾ ഒരു ബന്ധുവിൻ്റെയോ സുഹൃത്തിൻ്റെയോ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒട്ടും സമയം കളയാതെ ഒരു സ്ലൈഡിൻ്റെ സഹായത്തോടെ നമുക്ക് ഈ ഒരു പ്ലാൻ പ്രസൻറ്റേഷൻ തുടങ്ങാം. നമ്മളെല്ലാവരും തന്നെ മാന്യമായി അധ്വാനിക്കുകയും പണമുണ്ടാക്കുകയും ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ ഇത്ര കാലം നമ്മൾ അധ്വാനിച്ചിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല കാലം വന്നിട്ടില്ല, ഒരു നല്ല ദിവസം വന്നിട്ടില്ല എന്നുള്ളതാണ്. നമ്മളിങ്ങനെ പല സ്ഥലത്തും പോയിട്ട് ജോലി ചെയ്യണം, അതേപോലെ തന്നെ പല ബിസിനസ്സുകൾ ചെയ്ത് നോക്കണം, എന്ത് ചെയ്തിട്ടും ഒരു പച്ച പിടിക്കുന്നില്ല, ഒരു നല്ലൊരു ദിവസം വരുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ നിങ്ങൾക്കുള്ളതാണ് ഈ അവസരം. അതെ, നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു അവസരം. കാരണം ഇന്ന് ജീവിത ചെലവുകൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു നല്ല സമ്പാദ്യം ഉണ്ടാക്കിക്കൊണ്ട് ഒരു വ്യക്തിക്ക് ക്ലിയറായിട്ട് ജീവിച്ചു പോകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നല്ലൊരു ദിവസം വരുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ബന്ധുവോ സുഹൃത്തോ എന്ത് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു അരമണിക്കൂർ നേരം കൃത്യമായിട്ട് ഈ ഒരു പ്ലാൻ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യമായി കൊണ്ട് നമുക്ക് നോക്കാം എന്തുകൊണ്ട് നമുക്ക് ജീവിത ചെലവുകൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു നല്ല സമ്പാദ്യത്തിലെത്താൻ കഴിയുന്നില്ല എന്നത് നോക്കാം. ഓക്കെ, അതായത് 1960 കാലഘട്ടങ്ങളിൽ ഒരു കൂട്ടുകുടുംബത്തിന് ജീവിച്ചു പോകാനുള്ള ഒരു മാസത്തെ ചെലവ് എന്ന് പറയുന്നത് ആകെ 100 രൂപയായിരുന്നു. ആ ഒരു കാലഘട്ടങ്ങളിൽ നമ്മൾ 1 കിലോ മീൻ വാങ്ങുകയാണെങ്കിൽ പോലും 50 പൈസ, പച്ചക്കറിക്കൊക്കെ 50 പൈസ അങ്ങനെയായിരുന്നു. 1980 കാലഘട്ടങ്ങളിൽ, അതായത് ഒരു 20 വർഷം കഴിഞ്ഞപ്പോൾ അത് 1000 രൂപയിലെത്തി. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, 2000 കാലഘട്ടമായപ്പോൾ ഈ കൂട്ടുകുടുംബം എന്നുള്ളത് ഒരു അണുകുടുംബത്തിലേക്ക് വിഘടിച്ചു. ഓരോ ആളുകളും വീട് വെക്കാനും ചുരുങ്ങി ജീവിക്കാൻ തുടങ്ങി. എന്നാൽ പോലും 2000 കാലഘട്ടത്തിൽ ഈ ഒരു അണുകുടുംബത്തിന് ഒരു മാസം ജീവിച്ചു പോകാനുള്ള ചെലവ് എന്ന് പറയുന്നത് 10,000 രൂപയാണ്. അങ്ങനെ ഓരോ 20 വർഷം കഴിയുന്തോറും ഇപ്പോൾ 2020, 2025 കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് മാന്യമായിട്ട് ഒരാളുടെ മുമ്പിൽ കൈ നീട്ടാതെ ജീവിച്ചു പോകണമെങ്കിൽ, നമ്മുടെ ചിലവുകളെല്ലാം ക്രമാതീതമായിട്ട് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഈ 2025 കാലഘട്ടത്തിൽ ഒരു അണുകുടുംബത്തിനൊരു മാസം 1 ലക്ഷം രൂപ വരുന്നുണ്ട്. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ കിട്ടും. പക്ഷേ ഇനിയും 20 വർഷം മുമ്പോട്ട് പോയാൽ 2040 ആകുമ്പോഴേക്കും ഒരു അണുകുടുംബത്തിന്, അതായത് അമ്മയും അച്ഛനും 2 കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബത്തിന് ജീവിച്ചു പോകാൻ വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയായിരിക്കും. ഇപ്പോഴേ ഈ ഒരു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും എന്നുള്ളത് ഞാൻ പറയുന്നു. എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഇതിലെല്ലാം ആളുകൾ എങ്ങനെയൊക്കെ വരുമാനം ഉണ്ടാക്കുന്നു എന്നുള്ളത് നോക്കാം. എന്തെല്ലാം മാർഗത്തിലൂടെ ആയിരുന്നു ആളുകൾ വരുമാനം ഉണ്ടാക്കിയിരുന്നത്, ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നോക്കാം. നമ്മുടെ ടോട്ടൽ 4 വരുമാന മാർഗത്തിലെ ഒന്നാമത്താണ് അഗ്രികൾച്ചർ, കൃഷി. നമ്മുടെ പൂർവികരെല്ലാവരും കൃഷി ചെയ്തതായിട്ട് നമുക്കറിയാം. അവരതിലൂടെ മാന്യമായിട്ട് വരുമാനം ഉണ്ടാക്കിയിരുന്നു, മാന്യമായിട്ട് ജീവിച്ചു പോയിരുന്നു. എന്നാൽ ഇന്ന് നമുക്കാർക്കെങ്കിലും ഒരു കാർഷിക വൃത്തിയിലേക്ക് പോകാൻ സാധിക്കുമോ? ഇല്ല. ഇന്ന് പാടത്തിറങ്ങി പണിയെടുക്കുന്നവർ വളരെ കുറവാണ്. അതിന് കാരണമുണ്ട്. ഇന്ന് നമ്മൾ കൃഷിയിലേക്ക് എത്തുന്ന സമയത്ത് നാഷണൽ കലാമിറ്റീസ്, അതായത് പ്രകൃതി ദുരന്തങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ ക്യാഷും അതേപോലെ തന്നെ സമയവും ഉൾപ്പെടുത്തിക്കൊണ്ട് കൃഷി ചെയ്ത് അതിൻ്റെ വിളവെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് ഈ വെള്ളപ്പൊക്കവും അതേപോലെ തന്നെ കൊടുങ്കാറ്റ് പോലത്തത് വന്നിട്ട് എന്താവുകയാണ്, കൃഷിയെല്ലാം നശിച്ചു പോയി ഈ ഒരു കർഷകൻ അതിശക്തമായ കടക്കണിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം സഹിച്ച് കൃഷി ചെയ്താലും വിളവെടുപ്പിൻ്റെ സമയത്ത് കൃത്യമായ ഒരു ലാഭം അതിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മൾ പത്രത്തിൽ വായിക്കുന്നതാണ് കർഷകൻ്റെ ആത്മഹത്യ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യൂല, നമ്മളെ കുട്ടികളൊന്നും ഒരിക്കലും കൃഷിൻ്റെ ആ ഭാഗത്തിലോട്ട് നമ്മൾ വിടില്ല. ഇനി അടുത്തൊരു മേഖലയാണ് എംപ്ലോയ്മെൻറ്റ്, അല്ലെങ്കിൽ ഞാൻ പണിക്ക് പോകും, ഒരു ജോലിക്ക് പോകും എന്നുള്ളത്. എന്നാൽ ഇന്ന് അൺഎംപ്ലോയ്മെൻറ്റും അണ്ടർ എംപ്ലോയ്മെൻറ്റും മൂലം ഇന്ന് ഇന്ത്യയിൽ ജോലിയില്ലാത്ത അവസ്ഥയാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ സംസ്ഥാനത്തിലോട്ട് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഒരുപാട് തൊഴിൽ രഹിതരുണ്ട്. ഇഷ്ടംപോലെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആളുകളുണ്ട്. റോബോട്ടിക്സിൻ്റെയും AI-യുടെയൊക്കെ കടന്നുകയറ്റം മൂലം തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലുലു മാൾ പോലത്തെ വലിയ ഹൈപ്പർ മാർക്കറ്റിലോട്ട് ജോലിക്ക് വേക്കൻസി ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ സമ്മേളനം പോലെ ആളുകൾ തടിച്ചു കൂടുന്നത്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എംപ്ലോയ്മെൻറ്റ് എന്നതും ഒരു ഭീഷണിയുടെ വക്കിലാണ്. ഇനി അടുത്തത് എന്താണ്, അല്ലെങ്കിൽ ഞാൻ ഗൾഫ് പോകും എന്നുള്ളതാണ്. എന്താണ് ഗൾഫിൻ്റെ അവസ്ഥ? ഗൾഫ് വിടിയും എല്ലാ അബ്രോഡ് രാജ്യങ്ങളിലേക്കും ഇന്ത്യക്കാർ ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂയോർക്ക്, നോയിഡ പോലുള്ള രാജ്യങ്ങൾ, അവിടെ പഠിക്കാൻ ചെന്നിട്ടുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് അവരെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ രാജ്യങ്ങളും സ്വദേശീവൽക്കരണം കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ രാജ്യവും അവിടെയുള്ള പൗരന്മാർക്ക് സ്ഥാനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കേട്ടു നിതാക്കത്ത് പോലത്തെ സംഭവങ്ങൾ. അപ്പോൾ അബ്രോഡ് എന്നതും ഒരു ശാശ്വതമല്ല, ഒരു വരുമാന മാർഗമായിട്ടോ ഒരു ജീവിത മാർഗമായിട്ടോ നിലനിർത്താൻ പറ്റുന്നതല്ല. ഇനി അടുത്തത് നോക്കാം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് നാട്ടിലൊരു ചെറിയ കച്ചവടം തുടങ്ങുക, ഒരു വ്യവസായം തുടങ്ങുകയെന്ന് വെച്ചാൽ കോർപ്പറേറ്റുകൾ ഒരിക്കലും നമ്മളെ സമ്മതിക്കാത്ത രീതിയിലും ഓൺലൈൻ വ്യാപാരങ്ങൾ ഒരുപാട് ക്രമാതീതമായി അധികരിച്ച ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ ഒരിക്കലും കഴിയില്ല. ഇത് ഇത്ര ആത്മധൈര്യത്തോടെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നാട്ടിൽ പലയിടത്തും ഒരുപാട് സ്ഥലത്ത് ഷട്ടർ വാടകയ്ക്ക് എടുത്തുകൊണ്ട് കച്ചവടം തുടങ്ങിയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. നമ്മൾ മത്സരിച്ച് നിൽക്കേണ്ടത് വമ്പന്മാരോടാണ്. ഇന്ന് വലിയ വലിയ മാളുകളും അതേപോലെ തന്നെ വലിയ വലിയ ഷോപ്പുകളും വരുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. എത്ര നമ്മൾ കട മേക്കപ്പ് ചെയ്ത് പിടിച്ച് നിൽക്കാൻ നോക്കിയാലും അത് ഒരു കാലത്ത് അത് ഷട്ടറിടും, ഒരു വലിയ കടബാധ്യതയിലോട്ട് നമ്മൾ തള്ളപ്പെടും. കാരണം ഇവിടെ ഭയങ്കരമായ കോമ്പറ്റീഷനാണ്. അതായത് സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളും തമ്മിൽ മത്സരിക്കുന്നു. ഓൺലൈൻ വ്യാപാരങ്ങൾ തകർത്താടി മത്സരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെറുകിട കച്ചവടക്കാർക്ക് പിടിച്ചു നിൽക്കാൻ ഒരിക്കലും കഴിയില്ല. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു പണത്തിൻ്റെ മൂല്യം. അതായത് ഏകദേശം ഇന്ന് ഒരു 35-40 വയസ്സായ ആളുകൾ ഇതിലുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും 2 രൂപയുടെ നോട്ടും കോയിനും അന്നത്തെ കാലത്ത് അതിന് എത്രത്തോളം വില ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇന്ന് എന്താണ്, 20 രൂപയുടെ കോയിനും 20 രൂപയുടെ നോട്ടുമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ 100 രൂപയുടെ വില എന്താണ് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ നാടോടുമ്പോൾ നടുവേ ഓടിയിട്ട് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മുന്നോട്ട് പോകണം. ഈ ഒരു ടൈമിലാണ് ഈ ഒരു പ്ലാനിൻ്റെ യഥാർത്ഥ മൂല്യം മനസ്സിലാക്കുന്നത്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതേ സുഹൃത്തുക്കളെ, AI-യുടെ കടന്നുകയറ്റം മൂലം ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാം റോബോട്ടിക്സിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നമുക്കിതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. സുഹൃത്തുക്കളെ, കൃത്യമായ പ്ലാനിങ്ങിലൂടെ നമ്മളൊരു സംരംഭകനായി മാറിയാൽ, ഒരു ഓണർഷിപ്പിലേക്ക് നമ്മൾ എത്തിപ്പെട്ടാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതിനുള്ള കൃത്യമായൊരു പ്ലാനിങ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഇവിടെ ഓരോ ആളുകൾക്കും ഓരോ കഴിവുകളുണ്ട്. ഒരു പക്ഷേ എനിക്ക് ഒരു കഴിവാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കഴിവ് വരാം. അങ്ങനെ ഓരോ ആളുകൾക്കും ഓരോ കഴിവുകളുണ്ട്. അവനാൻ്റെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു സംരംഭകനായിക്കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഉയർന്നു വരുന്നൊരു ചോദ്യമാണ് എന്ത്, നമുക്ക് ഒരു ഓൺട്രപ്രണർ ആവാൻ, ഒരു സംരംഭകരായി മാറാൻ വേണ്ടിയിട്ട് ഒരു ക്യാപിറ്റൽ, ഇൻവെസ്റ്റ്മെൻറ്റും അതിനൊത്തൊരു ഐഡിയയും. ഒരു പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് എന്തെങ്കിലും ചെയ്യാം, പക്ഷേ ഐഡിയ ഇല്ലാതെ നടക്കില്ല. എന്നാൽ സുഹൃത്തുക്കളെ, ഇന്ന് 21-ാം നൂറ്റാണ്ടിലെ ഈ എല്ലാ ബിസിനസ്സും ഐഡിയ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ബിസിനസ്സാണ്. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള, ഓല, ഓയോ, ഊബർ പോലുള്ള ഇതുപോലെ ഒരുപാട് സ്ഥാപനങ്ങളിൽ ഐഡിയ റിലേറ്റഡ് ആയിട്ടാണ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ക്യാപിറ്റലും അതേപോലത്തെ ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ടായിട്ടാണ് പ്രവർത്തിക്കുന്നതല്ല, ഒരു കൃത്യമായ ഐഡിയയിലൂടെയാണ് ഇത് മുന്നോട്ട് പോയത്. ഇതുപോലത്തെ നല്ല അടിപൊളി ഒരു ഐഡിയ ആണ് ഇവിടെ പറയാൻ പോകുന്നത്, ശ്രദ്ധിക്കുക. അതായത് സുഹൃത്തുക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് എന്ത്, 1 + 1 + 1 = 3. പക്ഷേ ഇതല്ല ഇവിടെ പറയാൻ പോകുന്നത്. ഇവിടെ പറയാൻ പോകുന്നത് 1 + 1 + 1 =
111 അതായത് 111ൻ്റെ പവർ കിട്ടുന്ന ഒരു അടിപൊളി ബിസിനസ് അവസരമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. എന്താണ് ഈ 3 ഒന്നുകൾ? ഈ 3 ഒന്നുകൾ ചേരുമ്പോഴാണല്ലോ ഈ 111ൻ്റെ പവർ ആവുന്നത്. അപ്പോൾ അതിൽ നിന്ന് 3 ഒന്നുകളിലെ ഒന്നാമത്തെ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. നമ്പർ 1 ഹെൽത്ത് ആൻഡ് വെൽനസ്. ഒന്നാമത്തതാണ് ഹെൽത്ത് ആൻഡ് വെൽനസ്. ഇതിൽ എന്താണ് ഹെൽത്ത്? ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തതാണ് ഹോസ്പിറ്റൽ മേഖല, രണ്ടാമത്താണ് ഫാർമാസ്യൂട്ടിക്കൽസ് മേഖല. എന്നാൽ ഹെൽത്തിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന, ഹെൽത്തിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ് ഈ ഒരു വെൽനസ് എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു എക്കണോമിസ്റ്റ് പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട്. നെക്സ്റ്റ് ദ ട്രാപ്പ് $1 ട്രില്യൺ ഇൻഡസ്ട്രി. അതായത് സുഹൃത്തുക്കളെ, അടുത്ത് വരാൻ പോകുന്ന മില്യനല്ല, ബില്യനല്ല, $1 ട്രില്യൺ ഇൻഡസ്ട്രിയാണ് ഈ ഒരു ഹെൽത്ത് ആൻഡ് വെൽനസ് എന്നുള്ളതാണ്. ഇത് പറയാനുള്ള കാരണം ഒരൊറ്റ ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ മതി. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതാണോ അതോ രോഗം വരാതെ നമുക്ക് നോക്കുന്നതാണോ നല്ലത്? രോഗം വരാതെ നോക്കുന്നതാണ് ഏറ്റവും നല്ലതല്ലേ? അതാണ് ഈ ഒരു വെൽനസ് എന്ന് പറയുന്നത്. അടുത്ത ഒന്നാണ് എന്ത്? ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ളത്. ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇടനിലക്കാരനെയും പരസ്യക്കാരനെയും ഒഴിവാക്കിക്കൊണ്ട് കസ്റ്റമർക്ക് നേരിട്ട് പ്രൊഡക്റ്റ് എത്തിക്കുന്ന രീതി. ഇതാണ് ഈ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇഷ്ടംപോലെ കസ്റ്റമറെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപിന് വരെ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ മൂന്നാമത്തെ ഒന്ന്, ലാസ്റ്റ് ഒന്ന്. ആ ഒരു ഒന്നാണ് ഇവിടെ ലോകം അവസാനിച്ചാലും ഇവിടെ നിലനിൽക്കാൻ പോകുമ്പോൾ ഒന്നാണ് എന്ത്? ഇൻ്റർനെറ്റ് എന്നുള്ളത്. ഈ ഒരു ഇൻ്റർനെറ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് കത്തല്ല, ആളി കത്തും. ഇന്ന് എല്ലാ ഇൻ്റർനെറ്റിലായി. ഇൻ്റർനെറ്റ് ഇല്ലാത്തൊരവസ്ഥ ആർക്കും ആലോചിക്കാനേ വയ്യ. എന്തിനു പറയണത്? റേഷൻ പീടിയിൽ പോയിട്ട് അരി വാങ്ങാൻ വരെ എന്ത് വേണം? തമ്പ് ഇംപ്രഷൻ കൊടുത്തിട്ട് വേണം നമ്മൾ അരി വാങ്ങണമെങ്കിൽ. നിങ്ങൾക്കറിയാം, കുട്ടികളുടെ ട്യൂഷൻ ക്ലാസ്സുകൾ എല്ലാ കാര്യത്തിനും ഇപ്പോൾ ഇൻ്റർനെറ്റ് നിർബന്ധമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഹെൽത്ത് ആൻഡ് വെൽനസും അതേപോലെ തന്നെ ഡയറക്റ്റ് സെല്ലിങ്ങും ഇൻ്റർനെറ്റും. ഇത് മൂന്നും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃത്യമായ ഒരു ഐഡിയയിലൂടെ 12 വർഷമായിട്ട് ഇന്നിവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ ഒരു കമ്പനി. സ്വന്തമായിട്ട് 25,000 സ്ക്വയർ ഫീറ്റിൽ ഇന്ന് ബാംഗ്ലൂർ പ്രവർത്തിക്കുന്ന, ബാംഗ്ലൂർ നഗരമധ്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ ഒരു കമ്പനി. സ്വന്തമായിട്ട് ഒരു വിവ ടവർ ഉള്ള ഈ ഒരു കമ്പനിയാണ് ഇൻഡസ് വിവ. അതുപോലെ തന്നെ ഇൻഡസ് വിവയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ബയോ ആക്റ്റീവ് ജപ്പാൻ കോർപ്പറേഷൻ എന്ന് പറയുന്ന ടോക്കിയോ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന, ജാപ്പനീസ് ബേസിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഈ ഒരു കമ്പനിയുടെ എല്ലാ ഫോർമുലേഷനും ചെയ്തു കൊടുക്കുന്നത്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ യൂണിറ്റ് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, 5,50,000 പെർ യൂണിറ്റ് പ്രോസസ്സിംഗ് കപ്പാസിറ്റിയുള്ള മാനുഫാക്ചറിങ് യൂണിറ്റുള്ള ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയാണ് ഇൻഡസ് വിവ. മൈ ഡിയർ ഫ്രണ്ട്സ്, സർട്ടിഫിക്കേഷൻ ഇൻ്റഗ്രേഷൻ നോക്കുകയാണെങ്കിൽ ഇന്ന് സാപ്പ് ഇൻ്റഗ്രേറ്റഡ് ആണ്. വേൾഡിലെ ഏറ്റവും നല്ല സോഫ്റ്റ്വെയർ ആണ് സാപ്പ് ഇൻ്റഗ്രേഷൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ. അതുപോലെ തന്നെ CIA സർട്ടിഫിക്കേഷൻ, അതേപോലെ തന്നെ GMP സർട്ടിഫിക്കേഷൻ, അതുപോലെ തന്നെ കോഷൽ സർട്ടിഫിക്കേഷൻ, ആയുഷിൻ്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ പോലുള്ള ഒരുപാട് സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുള്ള കമ്പനിയാണ് ഇൻഡസ് വിവ. എടുത്തു പറയേണ്ട ഒരു സർട്ടിഫിക്കേഷനാണ്. ഇന്ന് എല്ലാവരും ഒരുപാട് ടാക്സ് എങ്ങനെ വെട്ടിക്കാമെന്ന് ആലോചിച്ചുകൊണ്ട് പോകുന്ന കമ്പനികൾ പലതരത്തിലുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ കമ്പനി കൃത്യമായിട്ട് ടാക്സ് അടച്ചുകൊണ്ട് GST ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് 100% ടാക്സ് അടച്ചുകൊണ്ട് ലീഗലായിട്ട് പോകുന്ന കമ്പനിയാണ് ഇൻഡസ് വിവ എന്നുള്ളതിനുള്ള ഒരു സർട്ടിഫിക്കേഷൻ നമുക്ക് GST വകുപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലോകത്ത് പല കമ്പനികളുമുണ്ട്, ഇന്ത്യയിൽ പല ബ്രാൻഡഡ് കമ്പനികളുമുണ്ട്. അവരെയെല്ലാം പിന്തള്ളിക്കൊണ്ട് ദ ബെസ്റ്റ് കൺസ്യൂമർ സ്റ്റാറ്റസ് അവാർഡ് കിട്ടിയ ഒരു കമ്പനിയാണ് ഇൻഡസ് വിവ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് സ്റ്റേറ്റ് എക്സ്പോർട്ട് എക്സലൻസ് അവാർഡ്. കർണാടകയിലെ ചീഫ് മിനിസ്റ്ററുടെ കയ്യിൽ നിന്നും ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റുകൾ കയറ്റി അയക്കുന്നതിനുള്ള ഒരു അവാർഡും കൂടി നമുക്ക് കിട്ടി. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, എന്താണ് നമ്മൾ വിൽക്കുന്നത്? കമ്പനി നിങ്ങൾ കേട്ടു, സാഹചര്യങ്ങൾ നിങ്ങൾ കേട്ടു, എന്താണ് നമ്മൾ വിൽക്കുന്നത് എന്നും കൂടി നോക്കാം. നമ്മുടെ കമ്പനി മുന്നോട്ട് വെക്കുന്ന ആശയം ഇതാണ്: പ്രൊഫഷൻ ഈസ് ബെറ്റർ ദാൻ ടു ആർട്ട്. രോഗം വന്ന് ചികിത്സിക്കുന്നതിനും നല്ലത് രോഗം വരാതിരിക്കാൻ വേണ്ടി നോക്കലാണ്. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. രോഗികളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു, എന്നാൽ ഹോസ്പിറ്റലുകളുടെ എണ്ണം അതിലേറെ കൂടുന്നു. എന്നാൽ രോഗികളുടെ എണ്ണം കുറയുന്നുണ്ടോ? ഇല്ല. അപ്പോഴും രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു. എന്താണ് ഇതിന് കാരണം? സുഹൃത്തുക്കളെ, എവിടെയാണ് നമുക്ക് പേച്ചത്? ഇപ്പോൾ നമ്മുടെ ഹെൽത്ത് വെൽത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചാൽ നാളെ നമ്മളുണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കേണ്ട അവസ്ഥ വരുന്നില്ല എന്നുള്ളതാണ്. അതിന് പറ്റി എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? അതൊന്ന് നോക്കാം.
ഇന്ന് ലോകോത്തര നിലവാരമുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇന്ത്യയിൽ അവൈലബിൾ ആണ് എന്ന് പറയുന്നു. പക്ഷേ ഒരു പ്രൊഡക്റ്റിനും FSSAIയോ അല്ലെങ്കിൽ FMCB പ്രൊഡക്റ്റുകളോ അല്ലാത്ത FHB കാറ്റഗറിയിൽപ്പെട്ട, അതായത് ഫങ്ഷണൽ ഹെൽത്ത് ബിവറേജ് കാറ്റഗറിയിൽപ്പെട്ട ലോകോത്തര നിലവാരമുള്ള അഥവാ ആയുഷിൻ്റെ പ്രീമിയം സർട്ടിഫിക്കറ്റ് 100% നാച്ചുറലും 0 സൈഡ് എഫക്റ്റുമുള്ള അമേസിങ് പ്രൊഡക്റ്റാണ് ഇൻഡസ്വ കമ്പനി അവതരിപ്പിക്കുന്ന ഒന്നാമത്തെ പ്രൊഡക്റ്റായിട്ടുള്ള ഐപ്പൾസ് എന്ന പ്രൊഡക്റ്റ്. ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ 2014 മുതൽ ഈ ഒരു 2025 ഈ ഒരു ദിവസം വരെ ഈ ഒരു കമ്പനിയുടെ സൂപ്പർ ബ്രാൻഡ് പ്രൊഡക്റ്റായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു ഐപ്പൾസ് എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം തന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ആണ്. അതെ, എന്താണ് ആ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് നോക്കാം. ആമസോൺ കാർഡുകളിൽ കണ്ടുവരുന്ന ഒരു അമേസിങ് ഫ്രൂട്ട് ഉണ്ട്. അതിൻ്റെ പേരാണ് അസൈബറി എന്ന് പറയുന്നത്. ഈ ഒരു സൂപ്പർ ഫ്രൂട്ട്, ഈ ഒരു അസൈബറി കണ്ടുപിടിച്ചത് നമ്മളാരുമല്ല. ഈ ഒരു അസൈബറി കണ്ടുപിടിച്ചത് അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസി ആയിട്ടുള്ള നാസ അവരുടെ ആസ്ട്രോളേഴ്സിന് വേണ്ടിയിട്ട്, അതായത് അവരുടെ ബഹിരാകാശ യാത്രികർക്ക് വേണ്ടിയിട്ട് സ്കിൻ ക്യാൻസറും ഏജിങ്ങും സംഭവിക്കുന്ന സമയത്ത് അവരെ അതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നാസ കണ്ടുപിടിച്ച ഒരു പാനീയമാണ് ഏസ്റ്റൺ എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സൂപ്പർ ഫ്രൂട്ടാണ് ഈ ഒരു അസൈബറി. അസൈബറി നമ്പർ 1 ഇമ്മ്യൂണിറ്റി ഹെൽത്ത് സപ്പോർട്ടറാണ്. മാത്രമല്ല ക്യാൻസർ സപ്പോർട്ടറാണ്. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ബെനിഫിറ്റും കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ ഫ്രൂട്ടാണ്. സൂപ്പർ ഫ്രൂട്ട് അടങ്ങിയിരിക്കുന്ന നമ്പർ 1 പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ ഒരു ഐപ്പൾസ് എന്ന പ്രൊഡക്റ്റ്. വളരെ വ്യക്തമായിട്ട്, വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ശരീരത്തിന് ആവശ്യമുള്ളത് കൊടുക്കാനും ശരീരത്തിൽ ആവശ്യമില്ലാത്തതിനെ പുറന്തള്ളാനും വേണ്ടിയുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പരിഹാരമാണ് ഈ ഒരു ഐപ്പൾസ് എന്ന പ്രൊഡക്റ്റ്. ഇനി കമ്പനിയുടെ രണ്ടാമത്തെ പ്രോഡക്റ്റാണ് ഐ കോഫി എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഇതിൽ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം എല്ലായിടത്തും ആകെ പബ്ലിസിറ്റി ആയിട്ട് കൊണ്ടുവിളിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അതായത് ചില സ്ഥലങ്ങളിൽ കമ്പനി പോലും അറിയപ്പെടുന്നത് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പേരിലാണ്. 45ഓളം രാജ്യങ്ങളിൽ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് ബ്രാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2 വേരിയൻറ്റിൽ നമുക്ക് ഈ ഒരു ഐ കോഫി അവൈലബിൾ ആണ്. ക്രീമർ കോഫിയുണ്ട്, അതേപോലെ തന്നെ ബ്ലാക്ക് കോഫിയുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ ഡയബറ്റിക് ഉള്ളവർക്കും ഡയബറ്റിക് ഇല്ലാത്തവർക്കും ഡയബറ്റിക് വരാൻ സാധ്യതയുള്ളവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു ഐ കോഫി എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ഈ ഒരു പ്രോഡക്റ്റ് ഡയബറ്റിക്കിന് വേണ്ടിയിട്ട് ടാബ്ലറ്റ് കഴിക്കുന്നവരും അതേപോലെ തന്നെ ഇൻസുലിൻ അടിക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഡയബറ്റിക്കിനെ സൈഡ് എഫക്റ്റ് ഇല്ലാതെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു ഐ കോഫി എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചരക സംഹിതയിൽ ചരക മഹർഷി പറയുന്നുണ്ട്, ഈ മധുമേഹ പ്രമേഹമുള്ളവർക്ക് ഈ ഒരു ഏകനായകം വെള്ളത്തിലിട്ട് പാനം ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. ഈ ഏകനായകം, നായ്ക്കുരണ പരിപ്പ്, അതുപോലെ തന്നെ കഫേൻ കളഞ്ഞിട്ടുള്ള കോഫി ബീനുമാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നെക്സ്റ്റ് മൈ ഡിയർ ഫ്രണ്ട്സ്, മൂന്നാമത്തെ ഒരു പ്രോഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തുന്നു, ഐ സ്ലിം ഫ്ലാറ്റമീസ്. ശരീരത്തിന് ഹൈറ്റിനൊത്ത വെയിറ്റിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അമേസിങ് പ്രോഡക്റ്റാണ് ഈ ഒരു ഐ സ്ലിം ഫ്ലാറ്റമി എന്നത്. ശരീരത്തിനകത്തെ ചീത്ത കൊഴുപ്പിനെ കത്തിച്ച് കളഞ്ഞുകൊണ്ട് നല്ല കൊഴുപ്പിനെ പ്രദാനം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അമേസിങ് പ്രോഡക്റ്റാണ് ഈ ഒരു ഐ സ്ലിം. ഇത് 4 ഫ്ലേവറിൽ നമുക്ക് അവൈലബിൾ ആണ്. രാത്രിയിൽ ഡിന്നർ സ്കിപ്പ് ചെയ്തുകൊണ്ട് നമുക്കൊരു ചോക്കോബാർ സാവകാശം ചവച്ചരച്ച് കഴിച്ചുകൊണ്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കുകയാണെങ്കിൽ ശരീരത്തിൻ്റെ കൊഴുപ്പിനെ കത്തിച്ച് കളഞ്ഞുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഹൈറ്റിനൊത്ത വെയിറ്റിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും. ഇനി 4ാമത്തെ പ്രൊഡക്റ്റാണ് ഐ ഗ്ലോ എന്നത്. സൗന്ദര്യം ഇഷ്ടപ്പെടാത്തതായി ആരും ഉണ്ടാവില്ല അല്ലേ? ഒരുപാട് ആളുകൾ മുഖസൗന്ദര്യം കൂടാൻ വേണ്ടിയിട്ട് പല ക്രീമുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? മൈ ഡിയർ ഫ്രണ്ട്സ്, അകത്തേക്ക് കഴിച്ചുകൊണ്ട് ന്യൂട്രാ കോസ്മെറ്റിക് കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു ഐ ഗ്ലോ എന്ന് പറയുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഭക്ഷണം കഴിച്ചൊരു 15 മിനിറ്റിന് ശേഷം നിങ്ങൾ കഴിക്കാൻ റെഡിയാവുകയാണെങ്കിൽ നിങ്ങളുടെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യും. എവിടുന്ന് തുടങ്ങും? ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യും. ലിവറിനെ ഡീടോക്സിഫൈ ചെയ്തുകൊണ്ട് ശരീരത്തിനകത്തെ കേടിനെ ക്ലിയർ ചെയ്തുകൊണ്ട് സ്കിന്നിനെ ഗ്ലോ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു അമേസിങ് പ്രോഡക്റ്റാണ് ഈ ഒരു ഐ ഗ്ലോ എന്നത്. കാശ്മീരിലെ കുങ്കുമപ്പൂവാണ് ഈ ഒരു ഐ ഗ്ലോയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇനി നമ്മുടെ 5ാമത്തെ പ്രോഡക്റ്റ്, ലാസ്റ്റ് പ്രോഡക്റ്റാണ് ഐ കെയർ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ഇന്ന് ഇന്ത്യയിൽ തന്നെ സൂപ്പർ ബ്രാൻഡ് പ്രോഡക്റ്റുകൾ അവകാശപ്പെടാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു ഐ കെയർ എന്ന് പറയുന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, 35 വയസ്സ് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് വേണ്ടി മാത്രം കുർക്കുമിൻ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിക്കൊണ്ട് ബോസ്ഫെല്ല ആസ്ഫറാസ് എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിച്ചുകൊണ്ട് വുമൻ വെൽനെസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കമ്പനി ഉണ്ടാക്കിയ ഒരു സൂപ്പർ പ്രോഡക്റ്റാണ് ഐ കെയർ എന്ന് പറയുന്നത്.
ലേഡീസിനുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് അവരുടെ ഹോർമോണിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന 35 വയസ്സിന് ശേഷം ആർത്തവരോഗം കഴിഞ്ഞാലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് ഈ ഒരു ഐ കെയർ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ്. ഈ 5 പ്രൊഡക്റ്റുകളാണ് നമ്മുടെ കമ്പനി നമ്മുടെ മുന്നിൽ മാനുഫാക്ചർ ചെയ്തുകൊണ്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ഈ ഒരു 5 പ്രൊഡക്റ്റുകൾ നമുക്ക് എങ്ങനെ ബിസിനസ്സാക്കി മാറ്റാം എന്നുള്ളത് നോക്കാം. നമ്മൾ കേട്ട ഈ ഒരു 5 പ്രോഡക്റ്റിൻ്റെയും ഇൻ്റർനാഷണൽ പ്രസൻസ് നോക്കുകയാണെങ്കിൽ 43ഓളം രാജ്യങ്ങളിൽ നമുക്ക് ഇൻ്റർനാഷണൽ പ്രസൻസ് ഉണ്ട്. നമ്മൾ ചെയ്യുന്ന ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാം. ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഈ 5 പ്രൊഡക്റ്റുകളും ഇൻഡസ്യുവ കമ്പനിയിൽ നിന്ന് കസ്റ്റമറിലോട്ട് നേരിട്ട് എത്തിക്കാൻ പറ്റും. ഇങ്ങനെ നേരിട്ട് എത്തിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ്? ഇതിനു മുമ്പേ നമുക്ക് ഇതൊന്ന് നോക്കാം. ട്രഡീഷണൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്താണിത്? അതായത് പരമ്പരാഗത വിതരണ സമ്പ്രദായം. ഇതിലൂടെ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന വ്യക്തികൾക്കൊന്നും കിട്ടുന്നില്ല. പക്ഷേ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും അത് ഉൽപ്പാദിപ്പിക്കാൻ വരുന്നത് വെറും 30% മാത്രമാണ്. ബാക്കി 70% എവിടെ പോകുന്നു? അതായത് മാനുഫാക്ചറിങ് യൂണിറ്റ് മുതൽ മാക്സിമം റീറ്റെയിൽ പ്രൈസ് MRP വരെ വരുന്നത് 70%. ഇത് ആരിലേക്കൊക്കെയാണ് പോകുന്നത് എന്ന് നോക്കാം. സ്റ്റോക്കിസ്റ്റ്, സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, അതേപോലെ തന്നെ റീറ്റെയിലേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, പരസ്യക്കാർക്കും ഇടനിലക്കാർക്കുമാണ് ഈ ഒരു സംഖ്യ പോകുന്നത്. എന്നാൽ ഇവിടെ നമ്മുടെ കമ്പനി ചെയ്യുന്നത് പരസ്യക്കാർക്കും ഇടനിലക്കാർക്കും കൊടുക്കേണ്ട ആ ഒരു 70% നമ്മൾ ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വേണ്ടിയിട്ട് കമ്പനി തരുന്നു എന്നുള്ളതാണ്. അതായത് ഒരു പ്രൊഡക്റ്റ് വിറ്റാൽ നമുക്കിവിടെ 500 രൂപ കിട്ടും. പക്ഷേ ഇതിലൂടെ വലിയ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് പ്രൊഡക്റ്റ് ഉപയോഗിക്കാം, അതേപോലെ തന്നെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്തുകൊണ്ട് ഓരോ പ്രൊഡക്റ്റിലും 500 രൂപ വീതം കിട്ടും. പക്ഷേ നമ്മൾ ചെയ്യേണ്ട ഒരു ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. 3 കസ്റ്റമറിലോട്ട് 4 പ്രൊഡക്റ്റ് വീതം എത്തിച്ചു കൊടുത്തുകൊണ്ട് 12 പ്രൊഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ ഉടനെ തന്നെ വിവ ബിസിനസ് ഓണറായി VBO ആയിട്ട് മാറുന്നുണ്ടാവും. നിങ്ങൾ വിവ ബിസിനസ് ഓണേഴ്സായി മാറിക്കഴിഞ്ഞാൽ, VBO ആയി മാറിക്കഴിഞ്ഞാൽ നിങ്ങളെ ഒരു 3D സപ്പോർട്ടിംഗ് സിസ്റ്റം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവുന്നതാണ്. ഈ ഒരു വൈബ്രൻ്റ് UI എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട്, അതേപോലെ ലീഡേഴ്സിൻ്റെ സപ്പോർട്ടോടു കൂടി, കമ്പനിയുടെ സപ്പോർട്ടോടു കൂടി നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു ബിസിനസ്സിലൂടെ മുന്നോട്ട് പോകാൻ പറ്റും. നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു അവസരം നമ്മുടെ ഫ്രണ്ട്സിലുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ളവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു ഫ്രാഞ്ചൈസി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വരുമാനം നമുക്ക് ഇതിലൂടെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടാവും. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് മക്ഡൊണാൾഡ് വിൽക്കുന്നത് ബർഗറാണോ? അല്ല, അവർ ഫ്രാഞ്ചൈസിയാണ് വിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്റ്റാർബക്സ് വിൽക്കുന്നത് കോഫിയാണോ? അല്ല, അവർ ഫ്രാഞ്ചൈസിയാണ് വിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഫ്രാഞ്ചൈസിയിലൂടെ ഉണ്ടാകുന്ന അടുത്ത ലോകത്തിൻ്റെ വളർച്ചയാണ്. ഇവിടെ നമ്മുടെ A കമ്മ്യൂണിറ്റിയിൽ ഒരു 600 PUയുടെ ബിസിനസ് നടന്നു. അതേപോലെ തന്നെ B കമ്മ്യൂണിറ്റിയിൽ ഒരു 600 PUയുടെ ബിസിനസ് നടന്നു. അവിടെ നമുക്ക് ആ ഒരു വീക്കിലെ വരുമാനം എന്ന് പറയുന്നത് 6000 രൂപയാണ്. ഇതേപോലെ തന്നെ ടീം വീണ്ടും ഫ്രാഞ്ചൈസി കൊടുക്കുന്നു. അവിടെ A കമ്മ്യൂണിറ്റിയിൽ ഒരു 1200 ഗ്രൂപ്പുകളിയം ബിസിനസ് നടന്നു. അതേപോലെ തന്നെ B കമ്മ്യൂണിറ്റിയിൽ ഒരു 1200 ഗ്രൂപ്പുകളിയം ബിസിനസ് നടന്നു. അപ്പോൾ നമുക്കവിടെ കിട്ടാൻ പോകുന്നത് 12000 രൂപയാണ്. അങ്ങനെ 5000 ഗ്രൂപ്പുകളിയും മാച്ചാവുമ്പോൾ 50000 രൂപയും, അതേപോലെ തന്നെ 10000 ഗ്രൂപ്പുകളിയും മാച്ചാവുമ്പോൾ 1 ലക്ഷം രൂപയും, 25000 ഗ്രൂപ്പുകളിയും മാച്ചാവുമ്പോൾ ആഴ്ചയിൽ 2.5 ലക്ഷം, മാസം 10 ലക്ഷം രൂപ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരടിപൊളി ബിസിനസ് അവസരമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു 2025 കാലഘട്ടം നമുക്ക് കുറഞ്ഞത് ലിവിങ് കോസ്റ്റ് 1 ലക്ഷം രൂപയെങ്കിലും വരും എന്ന് പറഞ്ഞു. എന്നാൽ 2040 വരുന്നത് 10 ലക്ഷം രൂപയെങ്കിലും നമുക്ക് 2040 ലിവിങ് കോസ്റ്റ് വരും എന്നുള്ളതാണ്. ഇന്ന് നിങ്ങളിവിടെ കേട്ടിട്ടുള്ള ഈ ഒരു അവസരം 10 ലക്ഷം രൂപ നമുക്ക് മാസം ഏൺ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരവസരമാണ്. നിങ്ങൾ പഠിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാവുക. കമ്പനി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ റിവാർഡ്സുകൾ കൊടുക്കുന്നുണ്ട്. അത് നോക്കാം. സ്റ്റാർ 500 എന്ന റാങ്കിലെത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു 5 ലക്ഷത്തിൻ്റെ ഇൻഷൂർ കാർഡ് കമ്പനി ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. അടുത്തത് സ്റ്റാർ 1000 റാങ്കിലെത്തുമ്പോൾ നിങ്ങൾക്ക് നൽകുന്നത് സ്റ്റാർ സമ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഗംഭീര പ്രോഗ്രാമാണ്. അതായത് ഏകദേശം 3 ദിവസം ബാംഗ്ലൂർ ഷെറാട്ടൺ ഗ്രാൻഡ് ഹോട്ടലിൽ അടിച്ച് പൊളിച്ച് അവിടെ കൃത്യമായിട്ട് ആ ട്രെയിനിങ് പങ്കെടുത്ത് പോന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. സ്റ്റാർ സമ്മിറ്റ് നമ്മുടെ കോ അപ്ലിക്കൻറ്റിനെ കൂട്ടിയിട്ട് നമുക്ക് പോകാൻ പറ്റും. ഇനി റൂബി എക്സിക്യൂട്ടീവ് എന്ന റാങ്കിലെത്തുമ്പോൾ നിങ്ങൾക്കും നിങ്ങളെ കോ അപ്ലിക്കൻറ്റിനും കൂട്ടിയിട്ട് തായ്ലാൻഡിലേക്ക് ഒരു അടിപൊളി ട്രിപ്പ് ഫ്രീ ആയി കമ്പനി തരുന്നുണ്ടാവും. അതുപോലെ പേൾ എക്സിക്യൂട്ടീവ് എന്ന റാങ്കിലെത്തുമ്പോൾ കമ്പനി നിങ്ങളെ കൊണ്ടുപോകുന്നത് മലേഷ്യയിലേക്കാണ്. അതുപോലെ തന്നെ എമറാൾഡ് എത്തുമ്പോൾ ഉസ്ബെക്കിസ്ഥാനിലേക്കും, സഫേർ എക്സിക്യൂട്ടീവ് ആവുന്ന സമയത്ത് കമ്പനി നമ്മളെ ദുബായിലേക്കും കൊണ്ടുപോകുന്നു.
മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ഒരു ബിസിനസ്സിലൂടെ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ അല്ലെങ്കിൽ 3 വർഷം കൊണ്ടോ 1 കോടി രൂപ വരുമാനം വാങ്ങിക്കൊണ്ട് കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയമണ്ടായി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി കൊണ്ടുപോകുന്നത് സിംഗപ്പൂർ എന്ന് പറഞ്ഞിട്ടുള്ള അതിമനോഹരമായ രാജ്യത്തിലോട്ടാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു അവസരം നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ VBO ആവുന്ന ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു കമ്പനിയുടെ ഒരു നല്ല ട്രെയിനിങ് പ്രോഗ്രാം BOM എന്ന പ്രോഗ്രാം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതിലൂടെ A to Z കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രോഡക്റ്റ് എങ്ങനെ സെയിൽ ചെയ്യാം, അതുപോലെ ടീം എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം, അതേപോലെ തന്നെ ഇനി വരുന്ന ഈ ഒരു മലേഷ്യൻ പ്രോഗ്രാമിലോട്ട് എങ്ങനെ നമുക്ക് എത്താം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇതിലൂടെ പറയുന്നുണ്ടാവും. മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കേട്ടിട്ടുള്ള ഈ ഒരു അവസരത്തിൽ നിന്നും 108 പേർ 1 കോടിക്ക് മുകളിൽ വരുമാനം വാങ്ങി എന്നുള്ളതാണ്. അതിലെ 23 പേരും നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിൽ നിന്നാണെങ്കിൽ നമ്മുടെ ഈ ഒരു ടീമായിട്ടുള്ള ടീം ജീവാനന്ദിൽ നിന്നും 12 പേർ 1 കോടിക്ക് മുകളിൽ വരുമാനം വാങ്ങി. ഇതിലുള്ള 10 പേർ നമ്മുടെ ഈ ഒരു ജില്ലയിൽ നിന്ന്, ഈ ഒരു മലപ്പുറം ജില്ലയിൽ നിന്നാണ്. ഓക്കെ അപ്പോൾ പ്ലാനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതായത് ഞാൻ ഒരു ഓട്ടോ ഡ്രൈവർ ആയിരിക്കെ, അതേപോലെ തന്നെ ഒരു വീഡിയോഗ്രാഫറായി, അതേപോലെ തന്നെ ഈ ബസ്സിൽ കണ്ടക്ടറായിട്ടൊക്കെ പോകുന്ന ആ ഒരു സമയത്ത് ഒരു വീട് പണി എടുത്തുകൊണ്ട് ഒരുപാട് പൈസ കടത്തിലായി. ആ ഒരു കടം തീർക്കാൻ വേണ്ടിയിട്ട് 1-2 ഷോപ്പുകൾ തുടങ്ങി. ഞാൻ നേരത്തെ പ്ലാനിൽ പറഞ്ഞു, ആ ഷോപ്പുകളൊക്കെ എന്തായി, മറ്റുള്ള വൻകിട ഷോപ്പുകളോട് നമ്മൾ താരതമ്യം ചെയ്തുകൊണ്ട് മത്സരിച്ച് നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് എന്ത് ചെയ്യും, അതെല്ലാം ഷട്ടറിട്ട് പൂട്ടി. അപ്പോൾ അതിലൂടെ നല്ല കടബാധ്യതയായി. അങ്ങനെ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള അവസരം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഐപ്പൾസ് എന്ന പ്രോഡക്റ്റ്, എനിക്ക് ആസ്മ ഉണ്ടായിരുന്നു, ബസ്സിലൊക്കെ പോകുന്ന സമയത്താണ് ആസ്മ ഉണ്ടായിരുന്നത്. ആ ഒരു ആസ്മക്ക് വേണ്ടിയിട്ട് ഒരു 3 പ്രോഡക്റ്റ് കഴിച്ചു. അതിൻ്റെ മുമ്പേ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ മരുന്ന് കഴിച്ചാലും എന്ത് ചെയ്യും, വീണ്ടും ഈ ഒരു ആസ്മ തിരിച്ചു വരുമായിരുന്നു. പക്ഷേ ഈ ഒരു 3 പ്രോഡക്റ്റുമേ എൻ്റെ ആസ്മ പൂർണ്ണമായിട്ട് മാറി എന്നുള്ളതാണ്. അതിലൂടെയാണ് ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് ഈ ഒരു ബിസിനസ്സിൽ നിന്നത്. പക്ഷേ ഇന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വന്നിട്ടുള്ള ഈ ഒരു ലാബിലിറ്റി, എൻ്റെ എല്ലാ കടങ്ങളും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ മെല്ലെ വീട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ബിസിനസ്സിലൂടെ. അപ്പോൾ നല്ലൊരു അവസരമാണ്, എല്ലാവരും കയറി നിൽക്കുക. ഇനി എന്തെങ്കിലും സംശയങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ആരാണോ ഇതിലേക്ക് വിളിച്ചിട്ടുള്ളത് അവരെ വിളിച്ച് ലീഡേഴ്സിനെ കൊണ്ട് ഇരുന്ന് കൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാ സംശയങ്ങളും തീർത്തുകൊണ്ട് നിങ്ങളുടെ KYC ഡോക്യുമെൻറ്റ് നിങ്ങൾ ആരെയാണോ ഇതിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് അവർക്ക് അയച്ചു കൊടുത്തുകൊണ്ട് കയറി നിൽക്കുക. നല്ലൊരു അവസരമാണ്. ഓക്കെ, താങ്ക് യു. ഓവർ ടു അനുരൂപ് സാർ. ഓക്കെ, താങ്ക് യു അൻവർ സാർ. ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ ഈ ഒരു പ്ലാൻ പ്രസൻറ്റ് ചെയ്ത് തന്ന അൻവർ സാറിന് നമുക്കൊരു ഡിജിറ്റൽ ക്ലാപ്പ് കൊടുക്കാം. ഈ പ്രോഗ്രാം കേട്ട നിങ്ങൾ ഓരോ വ്യക്തികളോടും എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണ് നിങ്ങളിപ്പോൾ കേട്ടിട്ടുള്ളത്. നിങ്ങൾ ആരാണോ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് അവരുമായി നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്തുകൊണ്ട് ഇതിലോട്ട് കയറി നിൽക്കുക. അതിന് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്തതായിട്ട് അറിയിക്കുന്നു. താങ്ക് യു. സൈനിങ് ഓഫ്, അനുരൂപ്. ജയ് ഇൻഡസ്ട്രി.